അനാമത്തായിട്ട് ഒത്തിരി ആയെന്നോ. ഇപ്പൊ 4-5 ലക്ഷം രൂപ എനിക്കിപ്പം മാറിയിട്ടുണ്ട്. അതിനകത്ത് കെട്ടിടം ഇപ്പം ഞാൻ പൊളിച്ചു. ഇപ്പൊ പൊളിക്കുന്നതിനും കാശ് ചെലവായിക്കൊണ്ടിരിക്കുക. ഇപ്പം ആൾക്കാരെ വിളിച്ച് പൊളിക്കുന്നതിന്റെ ലേബർ ചാർജ് ഇപ്പത്താണ്ട് ഇതെല്ലാം മാറ്റാൻ എൻ്റെ കൊടുക്കാൻ നിവൃത്തിയില്ല വന്നിട്ട് ഞാൻ തന്നെ കിടന്ന് പണിയാ. ആ പണി വേഷത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പണിതുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഇവിടെ വരുന്നത്. അതനുസരിച്ച് ഞാൻ താണ്ട് ഇപ്പൊ ഈ സാധനം എല്ലാം കാണാം. അങ്ങനെ നിൽക്കുകയാണ്. ഇത് ഞാൻ വലിയ പ്രതീക്ഷയായിരുന്നു അദാലത്ത് കഴിഞ്ഞപ്പോൾ. അദാലത്തിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓർഡർ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു 10 ദിവസത്തിനുള്ളിൽ ഇത്തവണ നടക്കും. നടന്ന ഇനി ഒന്നുമില്ലെങ്കിലും എനിക്ക് ആ എണ്ണ യൂണിറ്റ് എങ്കിലും തുടങ്ങി വെച്ചിട്ട് പതൊക്കെ മുന്നോട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആകാം എന്നും വിചാരിച്ചു. പക്ഷേ അതിന് ശേഷം ഞാൻ ആർക്കിടെക്റ്റിനെ കണ്ടപ്പോൾ ആർക്കിടെക്റ്റ് നിരുത്സാഹപ്പെടുത്തുന്നു. അതങ്ങനെയില്ല, അത് ചെയ്യണം, ഒത്തിരി പൈസ അടയ്ക്കണം, ഓൺലൈനിൽ കയറ്റണമെങ്കിൽ ഞാൻ പൈസ അടയ്ക്കണം. ഞാൻ ചോദിച്ചു നിങ്ങളെന്തിനാണ് പൈസ അടയ്ക്കുന്നത്? അതിനകത്ത് എത്രയാവും എന്നുള്ളതിന് ഒരു നോട്ടീസ് പഞ്ചായത്ത് എനിക്ക് തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഈ അദാലത്ത് നടത്തിയ ആഫീസർ പറഞ്ഞു നിങ്ങൾക്ക് ഭാരിച്ച ചിലവൊന്നുമില്ല, അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ഇത് കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി, അതിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും, അത് ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി.